ഹായ് ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ ഫാലമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണാലിത്തെ ലാസ്റ്റ് ഡേ ആണ്. പിന്നെ ഒരു വ്ളോഗ് കൂടെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ട്രിപ്പിൻ്റെ വ്ളോഗൊക്കെ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഷോർട്സ് ആയിട്ടാണ് ഇടുണ്ടാവുക. കാരണം അതിൻ്റെ ക്ലിപ്പൊക്കെ കുറച്ച് കുറവാണ്. കാരണം ഇത്രയും ദിവസം പോയിട്ട് ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും ടയേർഡായി. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഡേത്തെ വ്ളോഗ് ചിലപ്പോൾ ഷോർട്സ് ആയിട്ടാവും ഇടുണ്ടാവുക. പക്ഷെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരും. ഇന്ന് നമ്മുടെ മണാലിത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് വലിയ തണുപ്പില്ല, കുഴപ്പമില്ലാത്ത ഒരു ഇതുണ്ട്. സെറ്റിട്ടില്ല അമ്മേനെ അതെ അതെ. ബൈ ബൈ എല്ലാവർക്കും. ബൈ 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 ബൈ. നമുക്ക് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയിട്ട് ഒരു 6 മണിക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. ആ ബസ്സിൽ നമ്മൾ ഡൽഹിക്ക് കുളുന്ന് ഡൽഹിക്ക് എത്തും. എന്നിട്ട് നാളെ ഈവനിങ് തന്നെ ഫ്ലൈറ്റ് പോകുന്നു 6 മണിക്ക്. 10 മണിയാകുമ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എത്തുന്ന 10 മണിക്ക് നെടുമ്പാശ്ശേരി നാളെ നാട്ടിലേക്ക് എത്തും. അയ്യോ, കഴിച്ചിട്ടൊക്കെ വല്ല ദിവസങ്ങളായി. അപ്പോൾ ഗൈസ്, നമുക്കിനി എല്ലാവരും പല്ല് വെച്ചിട്ടൊക്കെ കാണാം എല്ലാവരും. ഗൈസ്, നമ്മളപ്പോൾ ഇവിടുന്ന് പോന്നു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കേറ്റ് ചെയ്തു. ഞങ്ങളിപ്പോൾ പോകാൻ നിൽക്കാം. ഡ്രസ്സൊക്കെ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് പോകാൻ നിൽക്കാം. കഴിഞ്ഞു കപ്പരിയാണ്ട്. ഇനി ഇവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും വേണം താല്പര്യം പോരെ. ചിഞ്ചുട്ടി ഇപ്പോഴും മാറിക്കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇവിടെ നല്ല രസമുള്ള സ്ഥലമുണ്ട്, കാഞ്ചരായ. അവിടെ പുഴയല്ല, എന്താ സാധനം ഉണ്ട്. പുഴ ഉണ്ട്, അവിടെ പുഴ ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ പറ്റുമോയെന്നറിയൂല. എന്നാലും നോക്കാം. പൊന്നു വന്നു വെച്ചാൽ നോക്കായിരുന്നു അങ്ങോട്ട് കിടക്കാൻ. മതിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ കടന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോവാൻ. നോക്കട്ടെ. നമ്മുടെ വണ്ടിയൊക്കെ പാക്ക് ചെയ്തു. നമ്മളൊക്കെ പാക്ക് ചെയ്തു. ചിഞ്ചു പൊന്നു തങ്കൊക്കെ ഇപ്പം ഇറങ്ങി വരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് എത്തി. ഇവർക്കൊരു കൃത്യനിഷ്ഠതയില്ലാത്ത പിള്ളേരാണ്. ഞങ്ങൾ മാത്രം നേരത്തെ എത്തി. ഇപ്പം നമ്മളെ സഹായിച്ച ഏട്ടന്മാരാട്ടോ. സഞ്ജുവിനെ കാണാല്ലേ, ബാക്കിയൊക്കെ നമ്മളെ കുറേ സഹായിച്ചു. നമ്മളെല്ലാത്തിനും മൊത്തം ഉറക്കമത്തുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാ, റിവർ ഡ്രാഫ്റ്റിംഗ് എന്ന് വേണ്ട പോകുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മളെല്ലാവരും പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മണാലി? ഇന്ന് മലയാളത്തിൽ പറയൂ. ഒരു നല്ല എക്സ്പീരിയൻസ്. ഇവിടെ ഞങ്ങൾക്കൊരു നല്ല വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ഡ്രൈവറിന്റെ പേരാണ്. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായി. ചാച്ച എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ്. നമുക്ക് ഈ റിസോർട്ടിലായിരുന്നു. റിസോർട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഇവിടെയായിരുന്നു കിട്ടിയത്. ഗുഡ് സർവീസ്, നല്ല സ്ഥലമായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ജനലൊക്കെ തുറക്ക്. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. കൈയൊക്കെ കണ്ട് വൃത്തിയേട്. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് റിവർ റാഫ്റ്റിങ്ങിലേക്കാണ്. അങ്ങനെ എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, റിവർ റാഫ്റ്റിങ് ചെയ്യണമെന്ന്. പേടിയുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ചെയ്യാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ കാണുന്ന പോലെ നല്ല വെള്ളം ഭയങ്കര പണ്ടാര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും പൊന്നും നിൽക്കുക, പിന്നെ വീണ്ടും പിന്നിക്ക് പോവുക, അത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളെല്ലാവരും സെറ്റായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ പേടിയൊക്കെ വന്നെങ്കിലും പിന്നെ എല്ലാം ധൈര്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ പോയി. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് റിവർ റാഫ്റ്റിംഗ് കേട്ടോ. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടായിരുന്നു അത്. ഇതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല, പക്ഷേ വേറെ ആൾക്കാർ ചെയ്യണ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഈ വ്ളോഗിൽ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യണ്ടേ.
ആ മല തുറന്നിട്ടാണ് ഈ അമ്പലമാക്കിയിരിക്കുന്നത്. നമ്മളങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെയാ റിവർ ക്രാഫ്റ്റിങ് കാണിച്ച് ഞങ്ങൾ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് റേറ്റാണ് മണാലി. ഇനി നമ്മൾ പോയത് ടിബറ്റൻ മ്യൂസിയത്തേക്കാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പീസ് ക്വയറ്റായിട്ട് മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു ടിബറ്റൻ മ്യൂസിയത്തേക്ക് പോവാണ്. നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റും ഇവിടെ. അവർ ഭയങ്കര സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും കാണാൻ പറ്റും. എൻ്റെ റൂഫൊക്കെ ഉണ്ടോ? ഇതൊക്കെ ചെറിയ കുട്ടി വരെ ഉണ്ട്. ഇതൊരു വീടാ തോന്നുന്നു. ഇവിടെ ഒരു സ്കൂളുണ്ട്. എന്ത് സംഭവമാണോ? നമുക്ക് പോയേക്കാം. നമ്മൾ ടീംസോള് വരുന്നുണ്ട്. ചിഞ്ചുട്ടിയാണ്ടോ? ഇതിൻ്റെ ഉൾഭാഗത്ത് കുറേ മാറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ദൈവങ്ങളെ തോന്നണം എനിക്ക്. ആ ദൈവങ്ങൾക്ക് ഇവർ ഓറിയോ ബിസ്ക്കറ്റ്, ലേസ്, ഇവർ പൈസ ഒന്നല്ല വെച്ച് കൊടുക്കണത്. ഇവർ ബിസ്ക്കറ്റ്, ലേസ്, കുറുക്കുറൊക്കെ വെച്ച് കൊടുക്കണത്. പിന്നെ ഈ സാധനം ഒരു കർട്ടൻ കടന്നിട്ട് വേണം നമ്മൾ പോവാൻ. ഇവിടെ കുനിഞ്ഞിട്ട് വേണം കടന്നിട്ട് പോവാൻ. പിന്നെ ഇവിടുത്തെ സന്യാസിമാർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇതൊക്കെ അവരുടെ വീടുകളാണ് കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മളൊരു വാട്ടർഫാൾ കാണാൻ പോകണം. അതോട് കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞു. അവിടെ കുഞ്ഞുവിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ആള് ഞാൻ വാട്ടർഫാളാണ്. ചിഞ്ചുവിന് പനിയാണ് ഗൈസ്. ചോന്ത് എടുത്തോളാം ചിഞ്ചിരപ്പ. ഇതായിരിക്കും നമ്മുടെ മണാലിയിലത്തെ ലാസ്റ്റ് സ്ഥലമാണ് നമ്മളിത് കാണാൻ പോകുന്നത് അല്ലേ. നമ്മളിത് ലാസ്റ്റായിട്ട് കാണാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡൽഹിക്കാണ്. 6 മണിക്ക് നമ്മുടെ ബസ് വരും. അപ്പോൾ അതുവരെ ഞാൻ കാണിച്ചു വ്യൂ കാണിച്ചു. നല്ല മഴക്കാറുണ്ട്. അവിടെ സൂര്യമാനാവാൻ ചന്തമുണ്ട്. എനിക്ക് ഇവിടുത്തെ കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. പിള്ളേരെ പിടുത്തക്കാരെന്ന് വിചാരിച്ചിട്ട് പേടിപ്പിക്കുന്നു. ഇതന്നെ പിടിച്ചു. കുട്ടികളൊക്കെ എടുത്തക്കാരെ പിടിച്ചിട്ടുണ്ട്. ഷർമ്മരുന്ന് വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ടാണ്. ഇവിടെ കുറേ അമ്മമാരിരുന്ന് കുശലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നമ്മൾ അങ്ങോട്ട് പോവും. അപ്പേ ഒരു ഹായ് പറ. റൈസൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുഞ്ചും കുശുമ്പും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാട്ടിൽ പോരാഞ്ഞിട്ടാന്ന് തോന്നുന്നു. അവിടെ ഉണ്ടോ കുറേ അമ്മമാരിരിക്കണത്. ഇവര് തന്നെ അവസ്ഥ. എല്ലാവരും നോക്കുക എല്ലാവരും ഒറ്റ വയന കണ്ടില്ലേ. നമുക്ക് അവിടേക്ക് പോവാം. നമ്മളെങ്ങോട്ടാ പോകുന്നത്? പാലത്തിലേക്ക്. ഇവിടെ കുറേ മൈനുണ്ട്. ഒറ്റ മൈനെ കണ്ടവർക്ക് ഞാൻ 2 മൈനെ കാണിച്ചു തന്നിട്ടു. ഇത് വീണ്ടും മൈന. കുറേ മൈനകളുള്ളൊരു സ്ഥലമാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ വീടുകളോ അതൊക്കെ ഇവിടുത്തെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പോസ്റ്റൊക്കെ ചെയ്തു തരും. നമുക്ക് കണ്ടോ ഇവിടുത്തെ ചേച്ചി ഇവിടുത്തെ കൾച്ചർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. വ്യൂ ആണ്.
എങ്ങനെയുണ്ട് തങ്കു? നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഫാമിലി ഫുള്ള് വരുന്നുണ്ട്. ഓ എന്ത് ചന്തല എൻട്രി. സ്വന്തം അപ്പേനെ ട്രോളുന്ന മോനാണത്. നമ്മളുണ്ടല്ലോ, നമ്മൾ ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബസ് നൈസായിട്ട് നമ്മളെ പാളിച്ച് പൊന്നു കണ്ട കലിപ്പിടിച്ചിരിക്കുന്നു. പൊന്നുവിനാണ് ഈ വണ്ടിയിൽ ഏറ്റവും കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നു ഭയങ്കര ഹാപ്പിയാണ്. ചിഞ്ചുവിന് പനിയാന്നൊക്കെ പറയുന്നു, പക്ഷെ അവൾ ഓർത്തുണ്ടായിക്കോന്നാണോ. ഇപ്പൊ പിന്നില് പപ്പേനെ ചാച്ചനും പിന്നെ പൊന്നും കൂടി പോകട്ടോ. അപ്പം പെണ്ണിക്ക് ബാക്കി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാനും ചിഞ്ചിരപ്പ, മമ്മി, ആൻറ്റി, തങ്കു എല്ലാവരും ഇവിടെ ഉണ്ടാവും. ബാക്കി ഒരു പിന്നില് പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങിയിരിക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നീതാരോ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ ഗൈസ് എല്ലാവരും വീഡിയോ കണ്ടില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.